ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 10. വിഭൂതിയോഗം. ശ്ലോകം 34, പേജ് നമ്പർ 565. മൃത്യു സർവഹരശ്ചാഹമുദ്ഭവശ്ച ഭവിഷ്യതാം കീർത്തി ശ്രീവാഗ്ച നാരീണാം സ്മൃതിർമേധാ ധൃതിഃ ക്ഷമാ. പദാനുപദം. സർവഹരഃ സർവഹരനായ, മൃത്യു ച മൃത്യുവും, ഭവിഷ്യതാം ഭാവിയിലുണ്ടാകാൻ പോകുന്നവയുടെ, ഉദ്ഭവ ച ഉദ്ഭവവും, നാരീണാം നാരികളിൽ വച്ച്, കീർത്തി കീർത്തിയും, ശ്രീ ശ്രീയുള്ള, വാക് ഭാഷണവും, സ്മൃതിഹി ഓർമ്മയും, മേധാ മേധസ്സും, മറക്കാത്ത ബുദ്ധിയും, ധൃതിഹി ധൃതിയും, ധൈര്യവും, ക്ഷമാച ക്ഷമയും, അഹം അസ്മി ഞാനാകുന്നു. വിവർത്തനം. സർവസംഹാരിയായ മരണവും ഭാവിയുടെ ഉദ്ഭവസ്ഥാനവും, സ്ത്രീകളിൽ യശസ്, ഭാഗ്യം, സുന്ദര ഭാഷണം, ഓർമ്മശക്തി, ബുദ്ധി, സ്ഥൈര്യം, ക്ഷമ എന്നിവയും ഞാനാണ്. ഭാവാർത്ഥം. ജനനശേഷം ഓരോ നിമിഷവും മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ഷണം തോറും മൃത്യു ജീവനെ വിഴുങ്ങുന്നു. ഒടുവിലത്തെ വിഴുങ്ങൽ മാത്രം മരണമെന്ന് കരുതപ്പെടുന്നു. ആ മരണവും കൃഷ്ണനാണ്. എല്ലാ ജീവികൾക്കും ആയുഷ്കാലത്ത് 6 ദശകൾ പിന്നിടാനുണ്ട്. ജനനം, വളർച്ച, സ്ഥിതി, സന്ധ്യത്യുത്പാദനം, ക്ഷയം, അവസാനം മരണം. ഇവയിൽ ആദ്യത്തേത് ഗർഭാശയത്തിൽ നിന്നുള്ള മോചനം, ജനനമാണ്. അതും കൃഷ്ണൻ തന്നെ. ജനനമെന്ന ആദ്യ ദശയാണല്ലോ മറ്റെല്ലാറ്റിൻ്റെയും പ്രാരംഭം. മുൻപറഞ്ഞ 7 വിഭൂതികൾ, യശസ്, ഭാഗ്യം, നല്ല വാക്ക്, ഓർമ്മശക്തി, ബുദ്ധി, സ്ഥൈര്യം, ക്ഷമ മുതലായവ സ്ത്രീലിംഗങ്ങളായിട്ടാണ് പറയപ്പെടുന്നത്. അവയിൽ എല്ലാമോ ചിലതെങ്കിലുമോ ഉണ്ടെങ്കിൽ ഒരാൾ കീർത്തിമാനാകും. നീതിനിഷ്ഠനെന്ന് പേരെടുത്തവൻ കീർത്തിമാനാകുന്നു. തികവുറ്റ ഭാഷയെന്ന നിലയ്ക്ക് ആദരാർഹമാണ് സംസ്കൃതം. പഠിച്ചു കഴിഞ്ഞ ഒരു വിഷയം പിന്നീട് ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള കഴിവാണ് സ്മൃതി.
വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുക മാത്രമല്ല, അവയെ ഗ്രഹിച്ച് വേണ്ടുന്ന സന്ദർഭങ്ങളിൽ പ്രയോഗിക്കുകയും ചെയ്യാനുള്ള കഴിവ്, ബുദ്ധിയും മേധ, ചാപല്യത്തിന് വഴങ്ങാതിരിക്കാനുള്ള കരുത്താണ് സ്ഥൈര്യം, ധൃതി. ഒരാൾ പൂർണ്ണ യോഗ്യത നേടിയെങ്കിലും വിനീതനാണെങ്കിൽ, ദുഃഖത്തിലും ആനന്ദാതിരേകത്തിലും സമചിത്തത പുലർത്താനുള്ള കഴിവുണ്ടെങ്കിൽ അയാൾക്ക് ക്ഷമയുണ്ടെന്ന് പറയാം. ഹരേ കൃഷ്ണ.